CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാകണം എന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൗരത്വ നിയമമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളിൽ ആവേശമുണർത്തി വേലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് ന്യായ സംവാദം കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്നു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സംവാദങ്ങൾക്ക് മറുപടി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയമുറപ്പിക്കുന്നതിന് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF പുന്നൂർകുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. ചെമ്പ് കമ്പികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി 42 വയസ്സുള്ള ഖാലിദ് മുഹമ്മദ് അലി, 49 വയസ്സുള്ള ഗുണശേഖരന്റെ ഭാര്യ മുരുകായി എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ പഴവൂർ പടിക്കൽ പുരയ്ക്കൽ വീട്ടിൽ ശശിക്കാണ് പരിക്കേറ്റത്. എളവള്ളിയിൽ തീപാറുന്ന കാൽപന്ത് കളിക്ക് തുടക്കമായി. 30,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും അടങ്ങുന്ന യൂത്ത് ചേംബർ അജ്മൽ എവർ റോളിംഗ് ട്രോഫിക്കും സീക്ക് UAE വിന്നേഴ്സ് ട്രോഫിക്കും 20,000 രൂപയും ട്രോഫിയും അടങ്ങുന്ന ഫ്രണ്ട്സ് ഓഫ് അജു റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള 4ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിനാണ് തുടക്കമായത്. വടക്കേക്കാട് നായരങ്ങാടി 3-ാം കല്ലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരി പുന്നൂർകുളം കുണ്ടനി സ്വദേശിനി എളാട്ടുവളപ്പിൽ അശ്വതിക്കാണ് പരിക്കേറ്റത്. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരിക്കെ അന്തരിച്ച ബാബു പുലിക്കോട്ടിലിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. പുന്നയൂർ പഞ്ചായത്ത് തനിമ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മാതൃക തോട്ടത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് നടന്നു. ചൂണ്ടൽ പഞ്ചായത്ത് 8ാം വാർഡ് മണലിയിലെ ചൈതന്യ കുടുംബശ്രീ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പുത്തൻകാവ് ഗീവർഗീസ് മാർ പിലക്സിനോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 87-88 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ടെൻഷൻ ഫ്രീ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും മുൻകാല അധ്യാപകരെ ആദരിക്കലും നടത്തി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദൈവാലയത്തിൽ സമർപ്പിത സംഗമവും ജൂബിലി ആഘോഷവും നടന്നു. ഇട്ടോണം ശ്രീ കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മാതൃസമിതി അംഗമായ മെറ്റത്ത് ലക്ഷ്മിക്കുട്ടി അമ്മയെ ആദരിച്ചു. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ദശദിന ശില്പശാലയ്ക്ക് മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ തുടക്കമായി. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ചൊവ്വാഴ്ച ആഘോഷിക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.